എല്ലാരും വിചാരിക്കണ്ടോ ഞാനത് തട്ടിത്തെറിപ്പിച്ചിട്ട് ചെരുപ്പ് വേറൊരു ഭാഗത്ത് പോയി തെറിച്ചു വീണ് എന്നിട്ട് അതെടുത്ത് കാലിലേക്ക് ഇട്ട് എന്നൊക്കെല്ലേ? എന്നാ നിങ്ങൾക്ക് തെറ്റി മക്കളെ, നമ്മൾ നിങ്ങളെ ഇങ്ങോട്ട് വലിയ പുള്ളിയാണ്. എങ്ങനെയെന്നല്ലേ കാണിച്ചില്ല, അതിന് വേറൊരു ഐഡിയ ഉണ്ട്. ഹൈ ഗായ്സ്, ഞാൻ അപ്പിലോ. എന്റെ പൊന്നോ, ഇതൊന്നും കണ്ട ആരും ചെയ്യാൻ നിൽക്കണ്ട. ഒടുക്കത്ത് വേദനയാണ്. വേദനയും സഹിച്ച് വീട്ടിൽ റെസ്റ്റ് എടുത്ത് കിടക്കുമ്പോഴാണ് കുറച്ച് കുട്ടി പട്ടാളങ്ങൾ എന്നെ കാണാനും വേണ്ടി വീട്ടിക്ക് വന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെ വെറും കൈയും കൊണ്ടല്ലേ വന്നിക്കണത്. ഒരു പച്ച കവർ കൊണ്ട് പൊതിന് ചെറിയൊരു പൊതി എടുത്ത് എനിക്ക് കയ്യിൽ തന്നു. പെട്ടെന്ന് ഇപ്പൊ നിങ്ങൾ അത്ഭുതപ്പെട്ടില്ല, അതേപോലെ ഞാനും അത്ഭുതപ്പെട്ടേ. എനിക്കാണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി നല്ല ആവേശമുണ്ട്. അങ്ങനെ അവരെല്ലാരും കൂടി വീട്ടിന്റെ ഉള്ളിലേക്ക് വിളിച്ചു കയറ്റി. എന്നിട്ട് അവർക്കിടയിൽ ഞാനും പോയി കുത്തിയിരുന്നു. ഓട്ടോറിക്ഷന്റെ ഉള്ളിൽ ആന കയറിയ പോലുണ്ട്. ഞാൻ വലിയൊരു മനുഷ്യനെ പോലെ ഉണ്ടല്ലേ. ആദ്യം നമുക്ക് വന്ന കില്ലാടികളെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇത് സൂര്യജിത്ത്, അംജിത്ത്, അപ്പിലു, അമല്, അമർജിത്ത്. സത്യം പറയല, ഇതുവരെ എന്റെ ജീവിതത്തില് ഗിഫ്റ്റ് പറയുന്ന സാധനം കിട്ടിയിട്ടില്ല. സ്കൂളിലെ ക്രിസ്മസ് ഫ്രണ്ട് മാങ്ങാത്തൊലിയൊക്കെ ഉണ്ടെങ്കിലും ഞാൻ പഠിച്ച ക്ലാസ് നമ്മളെ പോലെ ഒരു പൊട്ടിത്തെറിച്ച ക്ലാസ് തന്നെയായിരുന്നു. ആകെ കൂടി എപ്പോഴും ഉണ്ടായിരുന്ന പിരിവെന്തിനാന്നറിയോ? ബാസ്കറ്റ് പൊട്ടിച്ചതിനും ഡസ്റ്റർ കേടി വരുത്തിയതിനും. അങ്ങനത്തെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത് എന്താന്ന് കാണിച്ചു തരട്ടെ. വർണ്ണക്കടലാസിൽ പൊതിനെടുത്ത് നല്ല കിടില 2 അത്തറും ലവ് ഒക്കെ പതിപ്പിച്ച് നല്ല അടിപൊളി കിടില പേഴ്സും. സത്യം പറയല, എനിക്ക് കുറച്ചൊന്നല്ല ഒരുപാട് സന്തോഷമായി. എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു വില ഉണ്ടെന്ന് ഞാൻ എപ്പോഴാണ് മനസ്സിലാക്കിയത്. ആ സന്തോഷത്തിൽ ഞാൻ 4 ആളെയും കെട്ടിപ്പിടിച്ചും കൊടുത്തു.